ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞിട്ട് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു ഇൻഫ്ലേഷൻ വെച്ച് ജീവിച്ച് നോക്കുമ്പോൾ അതെ, ഇസ് ഇറ്റ് വർത്ത് ഇറ്റ് എന്ന ചോദ്യം എല്ലാവരും ചോദിച്ചു തുടങ്ങി. എനിക്ക് തോന്നുന്നു ഈ രീതിയിൽ പോവുകയാണെങ്കിൽ പ്രശ്നമാവും. ജിൻസനെ സംബന്ധിച്ച് 9 പോർട്ട്ഫോളിയോസ് ഉള്ള ഒരു സ്റ്റേറ്റിൽ 9 പോർട്ട്ഫോളിയോസ് വർക്ക് ഒരു മന്ത്രിയുള്ള മന്ത്രി ഒരു മലയാളിയാണ്. നഴ്സസിനെ ഒരിക്കലും നാട്ടിൽ എനിക്ക് തോന്നുന്നില്ല ഒരു പ്രാക്ടീഷണർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു പ്രൊഫഷണൽ വാല്യൂയോടുകൂടി റെസ്പെക്ട് ചെയ്യുന്നില്ല. ഒത്തിരി വളരാനുള്ള അവസരങ്ങൾ പുറം രാജ്യങ്ങളിലുണ്ട്. US പോയി പുള്ളി കാര്യങ്ങൾ പഠിച്ചു, തിരിച്ചു വന്നു, സോഫോ സ്റ്റാർട്ട് ചെയ്തു. സോഫോ ഇസ് വേൾഡ് വൈഡ് നൗ. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ മൈഗ്രേഷൻ ഉള്ള കാറ്റഗറി ഇന്ത്യൻസായി മാറി. ചൈനക്കാരെയും കടത്തിവിട്ട് ഇന്ത്യൻസായി. ഏറ്റവും വലിയ മൈഗ്രന്റ് കമ്മ്യൂണിറ്റീസ് ഇന്ത്യൻസ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ മൈഗ്രന്റ് ഇന്ത്യനാണ്. വളരണ സ്ഥലത്താണല്ലോ അവസരങ്ങൾ ഉണ്ടാവുള്ളൂ. ക്ലിനിക്കൽ സെറ്റപ്പിൽ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ലിജിനെ സംബന്ധിച്ച് ആസ് എ നേഴ്സ്, ലിജിൻ നാട്ടിൽ തിരിച്ചു പോയ ഒരു നേഴ്സായിട്ട് തിരിച്ച് വർക്ക് ചെയ്യുമോ? വെൽക്കം ടു ഇൻസ്പൈർഡ് ഫോക്സ്. ഇൻസ്പൈർഡ് ഫോക്സിൻ്റെ അടുത്ത ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഈ വരുന്ന കാലഘട്ടങ്ങൾ 2025 അതിനപ്പുറമുള്ള കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് റിവേഴ്സ് മൈഗ്രേഷൻ. ഒരു കാലഘട്ടത്തിൽ ജോലി തേടി പല രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നുമൊക്കെ പുറത്തു പോയ ആൾക്കാർ നമ്മളെപ്പോലെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ തിരിച്ച് ഇന്ത്യയിലേക്ക് കൂടുതലായി തിരിച്ചെത്തുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ലെറ്റ്സ് ഹാവ് എ ടോക്ക് അബൌട്ട് ഇറ്റ്. യെസ് ലിജിൻ, എന്തുകൊണ്ടായിരിക്കാം ആളുകൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്നത്? ഒന്നാമത്തെ കാര്യം, ലിജിനെ സംബന്ധിച്ച് ആസ് എ നേഴ്സ്, ലിജിൻ നാട്ടിൽ തിരിച്ചു പോയ ഒരു നേഴ്സായിട്ട് തിരിച്ച് വർക്ക് ചെയ്യുമോ? നീ എന്നെ ചീത്ത എന്ന് പറഞ്ഞ ലൈവ് ഇപ്പോഴത്തെ ഒരു സർവേ നടത്തിയതിൽ, ഒരു എക്സ്പാറ്റ്സ് സർവേ നടത്തിയതിൽ 2021 നടത്തിയതിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയ ആൾക്കാരിൽ 59% കരിയർ നോക്കി പോയവരാണ്. അത് ഗ്ലോബൽ ആവറേജ് എന്ന 47%-ന്റെ 10% കൂടുതലാണ്. നമ്പർ പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു ഫാക്ട്. അപ്പം കരിയറിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പോയേക്കുന്നത്. നമ്മളും അങ്ങനെയാണ്. ആണ്. അപ്പം ആ കരിയർ അവിടെ ചെന്ന് എന്തോരം ശോഭനമാണെന്നുള്ളതിന് ഡിപ്പെൻഡഡ് ആണ് അവിടെ നിൽക്കുക എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നാട്ടിൽ ഇപ്പം ഒരു ബെറ്റർ ലൈഫ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ നാട്ടിലൊരു ബെറ്റർ ലൈഫ് കിട്ടാന്നുണ്ടെങ്കിൽ, അങ്ങനെയല്ല, ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ എല്ലാവരും നാട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാ മലയാളികളും, അല്ലേ ചമേ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ നാട് എപ്പോഴും നമ്മളെ മാടി വിളിക്കുന്നുണ്ടല്ലോ, വരൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കരിയർ ഓപ്ഷൻ ലിജിൻ പറഞ്ഞ് ശരിയായിരിക്കാം. ഏകദേശം ഒരു 59% ആൾക്കാരും പോയേക്കണത് നമ്മുടെ ആ ഒരു ജോലി അതിൻ്റെ അവിടെ നിന്ന് ഉണ്ടാവണ ഒരു കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറി. നാട്ടിലെ ഒരു രാഷ്ട്രീയ ഒരു കുറച്ചും കൂടി ഒരു അവസരങ്ങൾ ഉണ്ടായി വരുന്നു തോന്നുന്നു, അല്ലേ? ശ്യാം പറഞ്ഞ കഴിഞ്ഞ അവസരങ്ങൾ, നാട്ടിലെ കാര്യങ്ങൾ മാറി എന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഓർത്തത്, കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുത്തെ ന്യൂസിൽ കണ്ടതാണ്. അതായത് ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ മൈഗ്രേഷൻ ഉള്ള കാറ്റഗറി ഇന്ത്യൻസായി മാറി. ചൈനക്കാരെയും കടത്തിവിട്ട് ഇന്ത്യൻസായി. ഏറ്റവും വലിയ മൈഗ്രന്റ് കമ്മ്യൂണിറ്റീസ് ഇന്ത്യൻസ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ മൈഗ്രന്റ് ഇന്ത്യനാണ്. കാനഡയിലും തന്നെയാണ് അവസ്ഥ, US പോയാലും തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഇന്ത്യയെക്കാട്ടിയും കൂടുതൽ ഇന്ത്യക്കാർ പല രാജ്യങ്ങളിലുമായി. അതെ. ഇന്ത്യക്കാരുടെ ഒരു കോമൺ നേച്ചറാണ് നമുക്ക് എവിടെ ആൾ കൂടുന്നോ നമ്മൾ മാറിപ്പോവാന്നുള്ളത്. 1.3 മില്യൺ ആൾക്കാരാണ് 2019 to 2021 ആ റേഞ്ചിലെങ്ങാണ്ട്, ആ റേഞ്ച് 2017 ആണോ എനിക്കറിയത്തില്ല, നാട് വിട്ടു പോയത്. എല്ലാ രാജ്യങ്ങളിലേക്കും. അതെ. ഇന്ത്യൻ ഒരു തമാശ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വന്ന ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റേ ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി ആവുക 2047 എന്നുള്ള ഒരു വിഷനുണ്ട് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന്. ആ ഇതിനകത്ത് ഒരു തിരിച്ചടി ആകുമോ ഈ ബ്രെയിൻ ഡ്രെയിൻ ആണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്, അതിനെ വിളിക്കുന്നത്. അപ്പോൾ ബ്രെയിൻ ഡ്രെയിൻ തിരിച്ചടി ആകുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഈ രീതിയിൽ പോവുകയാണെങ്കിൽ പ്രശ്നമാവും. അതെ. പക്ഷേ ആൾക്കാർ അവിടെ ചെന്നിട്ട്, ഏത് രാജ്യത്ത് ചെന്നിട്ടാണെങ്കിലും അവർ ഉദ്ദേശിക്കുന്ന കാര്യം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ഇതാണ്. പണ്ട് എനിക്ക് തോന്നുന്നു US മാസ് മൈഗ്രേഷൻ നടന്ന .com ബബിളിൻ്റെ സമയത്തായിരുന്നു 90s. അപ്പം H1B1 വിസയും ആൾക്കാർക്ക് സെറ്റിൽ ആവാനുള്ള ഇതും ഇപ്പം നമ്മൾ വന്ന സമയത്താണെങ്കിലും ഇവിടെ PR കിട്ടാൻ ഒരു പാടുമില്ലായിരുന്നു. അപ്പോൾ വരാനും എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഭയങ്കര കോംപ്ലക്സാണ് കാര്യങ്ങൾ. അപ്പം എനിക്ക് തോന്നുന്നു ആ മൈഗ്രേഷൻ പാത്വേസിൻ്റെ ഇത് ചേഞ്ച് ആവുന്നതോടുകൂടി ആൾക്കാരുടെ മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ എമൗണ്ടും കുറയും,
പലപ്പോഴും നമ്മൾ മൈഗ്രേഷൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചോളൂ എക്കണോമിക് മൈഗ്രൻസ് ആയിരുന്നു അല്ലേ, നമ്മൾ ഫൈനാൻഷ്യൽ മൈഗ്രൻ്റ് ആയിരുന്നു. ഈ ഫിനാൻഷ്യൽ മൈഗ്രേഷൻ എന്ന് പറയുന്ന സാധനം ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞിട്ട് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു ഇൻഫ്ലേഷൻ വെച്ച് ജീവിച്ച് നോക്കുമ്പോൾ ഇസ് ഇറ്റ് വർത്ത് ഇറ്റ് എന്ന ചോദ്യം എല്ലാവരും ചോദിച്ചു തുടങ്ങി. പിന്നെ അതെ, ഉറപ്പായിട്ടും. ഇപ്പോൾ റാഷിബ്, നമ്മൾ എല്ലാവരും തിരിച്ച് നാട്ടിലേക്ക് വരികയാണെന്നല്ല പറയണത്. എന്ത് തരം ജോലികളായിരിക്കും ഈ വരുന്ന ആൾക്കാർ നാട്ടിൽ ചെയ്യുന്നുണ്ടാവുക? അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാക്ട് സർവേ തന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരിച്ചു വന്ന ആൾക്കാരും തിരിച്ചു വന്ന് ഓൺടർപ്രണേഴ്സ് ആവാനായിട്ടാണ്, എന്തെങ്കിലും അവരുടെ സംരംഭം തുടങ്ങാനായിട്ടാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഹെൽത്ത് സിസ്റ്റത്തിൽ വർക്ക് ചെയ്തു, നമ്മൾ പല കാര്യങ്ങളും കണ്ടു, കേട്ടു, പഠിച്ചു, നമ്മൾ ചെയ്തു. നമ്മൾ നാട് ചെല്ലുമ്പോൾ ഈ സാധനങ്ങളൊന്നും നമ്മളവിടെ കാണാൻ പറ്റുന്നില്ല. ഇപ്പോഴും നമ്മൾ വെരി ട്രഡീഷണൽ, വെരി ഹോസ്പിറ്റൽ ഓറിയൻറ്റഡ്, ഒരു പ്രിവെൻറ്റീവ് ഹെൽത്തിൽ നമ്മൾ അത്ര ഫോക്കസ്ഡ് അല്ല, നമ്മൾ ടെക്നോളജി അത്ര യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ വി കീപ് ആസ്കിങ് ദ ക്വസ്റ്റ്യൻ വൈ വി ഡോണ്ട് ഡു ദാറ്റ്. ഇപ്പോഴും നമ്മൾ 2 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഹോസ്പിറ്റലിൽ വരാന്തയിൽ പോയിരുന്ന് ആ ഡോക്ടർ റൗണ്ടിന് പോയിട്ടാണ് ഡോക്ടർ ചോറുണ്ണാൻ പോകും, എന്നിട്ടും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് കണ്ടിട്ട് ഒരു ദിവസം ഫുള്ള് എടുത്തിട്ടാണ് നമ്മളൊരു ഹോസ്പിറ്റൽ 8 മണിക്കൂറാണ് സമയം, 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റുള്ള ഒരു അപ്പോയിൻമെന്റിന് നമ്മൾ ചിലവാക്കുന്നത് ഒരു ദിവസം ചിലപ്പോൾ 8 മുതൽ 10 മണിക്കൂർ ഒരു ദിവസം ഫുള്ള് പോയെന്നിരിക്കും. പ്രത്യേകിച്ച് ഒരു പ്രായമായാളാണെങ്കിൽ അവരുടെ കൂടെ ഒരാളും കൂടി പോകണം. ടൈം വാല്യൂ ആരും കാൽക്കുലേറ്റ് ചെയ്യാറില്ല. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ല. നമ്മൾ ചിന്തിച്ചു വൈ ഡു വി നീഡ് ടു ഡു ഇറ്റ് എന്ന് പറയുന്ന ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ് വീണ്ടും. പിന്നെ ആ നേഴ്സസിനെ ഇപ്പം ഞാൻ നമ്മുടെ പ്രൊഫഷനിൽ നിന്ന് തന്നെ ചിന്തിക്കുവാണെങ്കിൽ തന്നെ ഇപ്പോഴും നേഴ്സസിനെ ഒരിക്കലും നാട്ടിൽ എനിക്ക് തോന്നുന്നില്ല ഒരു പ്രാക്ടീഷണർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു പ്രൊഫഷണൽ കാണുന്നില്ല. ഇപ്പം ഒരു ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാവുന്ന ഒരാൾ എന്നാണ് ഇപ്പോഴും ഞാനിപ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. ചുരുക്കം സ്ഥലങ്ങളിലുണ്ടാവാം, അല്ലാതെ വേറെയില്ല. അപ്പം നമ്മളതല്ലാതെ ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറി നഴ്സിംഗ് വർക്ക് ഫോഴ്സിന് മാത്രമല്ല മെഡിക്കൽ വർക്ക് ഫോഴ്സിനെയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്ന ഒരു ഇതിലേക്ക് ഇവിടെ നഴ്സസ് വളരുന്നുണ്ട്. ഇവിടെ നീ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിൻ്റെ സെക്രട്ടറി, അതായത് ഹെൽത്ത് സെക്രട്ടറി ഈസ് നേഴ്സ്. ഇപ്പം നമ്മൾ പറയുന്നത് ശിവസനേഴ്സ്. നമ്മൾ അറിയപ്പെടുന്ന മിക്ക ലോക്കൽ ഡിസ്ട്രിക്റ്റുകളുടെയും CEO, അതായത് 900, ഇപ്പം നമുക്കറിയാവുന്ന CEO, ഷീ മാനേജ് അറൌണ്ട് ക്ലോസ് ടു $1 billion. ക്ലോസ് ടു $1 billion, $90 million ഉള്ള $91 billion $90 billion ഉള്ള വർക്കുകൾ ചെയ്യുന്ന കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു. പക്ഷെ നമുക്ക് ഒരു മലയാളി മന്ത്രി കൂടിയുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ജിൻസനെ സംബന്ധിച്ച് 9 പോർട്ട്ഫോളിയോസ് ഉള്ള ഒരു സ്റ്റേറ്റിന് 9 പോർട്ട്ഫോളിയോസ് വർക്ക് ചെയ്യുന്ന മന്ത്രി ഒരു മലയാളിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു നേഴ്സിന് എന്തും ആവാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾ നാട്ടിലുള്ള നഴ്സുമാർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മളിപ്പോഴും ഈ സ്റ്റിൽ വെരി ട്രഡീഷണൽ ക്ലിനിക്കൽ അക്കാഡമിക് ഒരു ഒന്നെങ്കിലും നമ്മൾ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു നഴ്സിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കും. ഇപ്പം നമ്മൾ ഇപ്പം അത് എല്ലാ ജോലികളിലും അങ്ങനെ തന്നെ അല്ലേ, നമുക്കൊരു ഒത്തിരി വളരാനുള്ള അവസരങ്ങൾ പുറം രാജ്യങ്ങളിലുണ്ട്. അതെ, അതുകൊണ്ടാണ് ഒരു റീസൺ നമ്മളെ പോലെ പല ആൾക്കാരും മെഡിക്കൽ ഫീൽഡിൽ. പക്ഷെ നമ്മൾ പറഞ്ഞു വരുന്ന ടോപ്പിക് റിവേഴ്സ് മൈഗ്രേഷൻ. ഇപ്പം നമ്മൾ ഈ ക്വാളിഫിക്കേഷനും ഈ കാര്യങ്ങളും ഉള്ളവർ തിരിച്ച് നാട്ടിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളിടത്താണ് റിവേഴ്സ് മൈഗ്രേഷനിൽ ആര് പോകും. ഫോർ എക്സാമ്പിൾ ഇഫ് ഐ വുഡ് സേ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ളവർക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടെക്നോളജി സ്റ്റാർട്ടപ്പുകൾ ചെയ്യാം, എവിടെ ഇരുന്ന് വേണമെങ്കിലും ജോലി ചെയ്യാം, പിന്നെ അങ്ങനെയുള്ള ഒരു ബെനിഫിറ്റുകളുണ്ട്. അതുപോലെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചെയ്യുന്നവർ, സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ they still can do work from anywhere. പിന്നെ നമുക്ക് ആ ഒരു ഇമോഷണൽ കോളിംഗ് എന്നുണ്ടല്ലോ, നമ്മുടെ നാട്ടിലേക്കുള്ള തിരിച്ചു വരവ് ഏതെങ്കിലും കാലത്ത് ആഗ്രഹിക്കാത്ത ഒരു മലയാളി പോലും ഉണ്ടെന്ന് തോന്നിയില്ല. എപ്പോഴെങ്കിലും എത്ര നാൾ പ്രവാസിയായി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു സമയത്ത് എപ്പോഴും നമ്മളൊരു വിഷമഘട്ടം വരുമ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോയാലോ എന്നുള്ള ഒരു വേദന കൊണ്ട് നടക്കുന്ന ആൾക്കാരല്ലേ. പോസ്റ്റ് കോവിഡിൽ ഞാൻ കണ്ട ഒരു ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഹെൽത്ത് കെയർ ഫീൽഡിൽ, അതിപ്പം നേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊഫഷണൽ ആയിക്കോട്ടെ, പലരും ഒരു 1 year ഗ്യാപ്പ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലൈ ഔട്ട്, എസ്പെഷ്യലി ഓസ്ട്രേലിയ, UK പോലുള്ള കൺട്രികളിൽ ഒത്തിരി പേര് ഫ്ലൈ ഔട്ട് ചെയ്ത് നോക്കുന്നവരുണ്ട്. നാട്ടിൽ പോയി ഇപ്പം നമുക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ, ഇപ്പൊ ഇവിടുത്തെ ഒരു PR സിറ്റിസൺസിലായിട്ടുള്ള ആൾക്കാർ ദുബായിൽ പോയി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം നാടിനോട് ഇത്തിരിയും കൂടെ അടുത്താണ്. അപ്പം നമ്മളാരും നാടിനോട് ഇങ്ങനെ അടുത്തടുത്ത് വരുവാണ്. പക്ഷേ ആ ഒരു റിവേഴ്സ് മൈഗ്രേഷൻ നമ്പേഴ്സ് ഒരു ഹ്യൂജ് നമ്പറാണ്, പ്രത്യേകിച്ച് ഓവർ
എല്ലാ രാജ്യങ്ങളിൽ നിന്നും വെച്ച് നോക്കുമ്പോൾ അതെ അതെ എനിക്കൊന്ന് IT ഫീൽഡ് ഇപ്പോൾ സാസ് അങ്ങനെയുള്ള ഒരു ടെക്നോളജി ഇതിനകത്തൊക്കെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് എക്കണോമിയാണ് ആ ഒരു ഫീൽഡിൽ. അതേപോലെ ഇന്ത്യയുടെ എന്നാ പറയണേ ഒരു IT ടെക്നോളജിയുടെ പങ്ക് GDP ഒത്തിരി ഹൈ ആണ്. അതെ തീർച്ചയായും. ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോയി എസ്പെഷ്യലി ഹെൽത്ത് കെയർ ഫീൽഡിലുള്ളവർ ആ ജോലിയിലേക്ക് തിരിച്ച് പോകുമോ എന്നുള്ളതാണ്. ഹെൽത്ത് ഫീൽഡ് എനിക്ക് സംശയമാണ്. പക്ഷേ അത് ഇപ്പം നഴ്സിംഗ് ഓക്കെ പക്ഷേ ഡോക്ടേഴ്സിന് പറ്റുമായിരിക്കാം, കാരണം മേ ബി ദ വിൽ ബി എ വേ. പക്ഷേ നഴ്സസ് എനിക്ക് തോന്നുന്നു ഇച്ചിരി ടഫായിരിക്കാം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലി ഒരു ക്ലിനിക്കൽ സെറ്റപ്പിൽ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട് ആസ് എ നേഴ്സ് ഓൺ ദ ഫ്ലോർ. പക്ഷെ അല്ലാതെ മാനേജറിയൽ ആയിട്ടുള്ള രീതിയിൽ ചിലപ്പം ചിലവർക്ക് പറ്റുമായിരിക്കാം. എനിക്ക് പണ്ടത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ ആർമിയിൽ വർക്ക് ചെയ്ത നഴ്സുമാർ തിരിച്ചു വരുമ്പോൾ റിട്ടയർ ആയി വരുന്നു, അവരെ കൊണ്ട് നേരെ ഡയറക്ടർ ഓഫ് നഴ്സിംഗ് സൂപ്രണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു കേരളത്തിൽ. അത് ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. വളരെ സിസ്റ്റമാറ്റിക് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എനിക്കറിയാം they get paid really high. ഇപ്പൊ അതർ ദാൻ ഒരു ഹെൽത്ത് അല്ലെങ്കിൽ നഴ്സിംഗ് അല്ലാണ്ട് ബാക്കി ടെക്നോളജിക്കൽ ഫീൽഡിലെല്ലാം തിരിച്ചു പോകാൻ പറ്റുമായിരിക്കും. അതുപോലെ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഒത്തിരി പേര് നമുക്കറിയാവുന്ന തന്നെ ഒത്തിരി പേര് ഇവിടെ നിന്ന് തിരിച്ചു പോയി നാട്ടിൽ പോയിട്ട് വർക്ക് ചെയ്യുന്ന എക്സാമ്പിളാണ് മറ്റേ നമ്മുടെ സോഹോയുടെ CEO നാട്ടില് പുള്ളി സെയിം സെക്ടറിൽ വർക്ക് ചെയ്ത് പുറത്ത് പോയി US പോയി പുള്ളി കാര്യങ്ങൾ പഠിച്ചു തിരിച്ചു വന്നു സോഹോ സ്റ്റാർട്ട് ചെയ്തു. സോഹോ ഇസ് വേൾഡ് വൈഡ് നൗ. വലിയ CRM ആണത്. വേറൊരു കാര്യമുണ്ട്, നാട് അവസരങ്ങളുടെ ഒരു കടലാ അല്ലേ. ഇന്നത്തെ ഒരു സമയത്ത് പ്രത്യേകിച്ച് ആ ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ വളരണ സ്ഥലത്താണല്ലോ അവസരങ്ങൾ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ പുറം രാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ നിൽക്കണ പോലെയുള്ള ഒരു വെരി ഡെവലപ്ഡ് കൺട്രീസിൽ നമുക്കൊരു ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് കുറച്ച് ചാലഞ്ചിങ് ആണ് അല്ലേ. പക്ഷേ അവിടെയുള്ള വേറൊരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറയുന്നത് ട്രേഡേഴ്സ് കേരളത്തിലും ഇന്ത്യയിലും മൊത്തം ട്രേഡേഴ്സാണ്. അതേസമയം കഴിഞ്ഞ ഒരു വർഷം 1500 കോടി ഡോളറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള പൈസയാണ് ട്രേഡേഴ്സ് കൊണ്ട് ഇന്ത്യൻ എക്കോണമി കളഞ്ഞത്. സെയിം വിത്ത് ഓൺടർപ്രണേഴ്സ്. എല്ലാവരും ഏറ്റവും കൂടുതൽ ഓൺടർപ്രണേഴ്സ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. എല്ലാവർക്കും ഓൺടർപ്രണേഴ്സ് ആവണം, എല്ലാവർക്കും എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം. പക്ഷേ നമ്മളതിന് ക്യാപ്പബിൾ ആണോ എന്നുള്ള ഒരു ടെസ്റ്റ് ഇല്ലാതെ നമ്മൾ ഇറങ്ങുന്നതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഓൺടർപ്രണേഴ്സ് ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. സക്സസ്ഫുൾ ആവുന്നവരുണ്ട്, പക്ഷെ ആ സക്സസ്ഫുൾ ആവുന്നവർ ഇൻസ്പയർ ആവുന്നതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ എൻ്റെ അടുത്തേക്ക് പോകുന്നത്. പക്ഷെ എനിക്കിപ്പോഴും ഇൻട്രസ്റ്റ് ആയി തോന്നുന്നത് നല്ല വലിയ ഓൺടർപ്രണേഴ്സ് അല്ലാതെ ചെറിയ രീതിയിൽ തുടങ്ങുന്നത് ചെറിയ ചായക്കടകൾ, ചെറിയ എന്താ പറയുക ചെറിയ ബിസിനസ്സുകളുണ്ടല്ലോ, സ്മോൾ സ്കെയിൽ ബിസിനസ്. അങ്ങനെ UK എന്നൊക്കെ ഇപ്പോൾ ഒത്തിരി പേര് അങ്ങനെ വന്നിട്ട് ഇതേപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് രാഷി പറഞ്ഞ പോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഫുഡിൽ തന്നെയുള്ള വളരെ ഇന്നോവേറ്റീവായിട്ട് ഫുഡ് എന്ന് പറയുന്ന സാധനം ഒരു ഈറ്റ് ചെയ്യുന്നൊരു സംഭവത്തിനപ്പുറം അതിനൊരു ഡെക്കറേറ്റീവ് ഒരു എക്സ്പീരിയൻസ് ആക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരങ്ങളിലേക്ക് മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ രീതിയിൽ ഇപ്പം ഒത്തിരി രീതിയിൽ ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട്. അത് ഒരു രീതി നോക്കി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇപ്പം നമ്മുടെ നാടിന് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അവർ നിന്ന് പൈസ അയക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇല്ല എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ. നമുക്കൊരു ചോദ്യം ഇത് കേൾക്കുന്ന ഓഡിയൻസിനോട് അല്ലെങ്കിൽ നമുക്ക് കേൾക്കുന്ന ഞങ്ങളെപ്പോലുള്ള നഴ്സസിനോട് ചോദിക്കാനുള്ളത്, നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വന്നാൽ ഒരു നേഴ്സ് തിരിച്ച് നാട്ടിൽ പോയി എന്തായിരിക്കും നിങ്ങൾ പുതുതായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അല്ലേ? ശരിയാ, അത് ഒരു വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. എനിക്ക് അങ്ങനെ ചോദ്യം ചോദിക്കാൻ ആഗ്രഹമുണ്ട്. അതൊരു വെരി ക്രിയേറ്റീവാ. കാരണം അതിൽ എനിക്ക് ഒത്തിരി അറിയാം, പക്ഷേ അറിയില്ല. ഒത്തിരി നല്ല ആൻസേഴ്സ് കിട്ടുമായിരിക്കാം. കാരണം നമുക്ക് ഇവിടെ നേഴ്സ് മാത്രമല്ലല്ലോ. ഇപ്പം നമ്മൾ ക്ലിനിക്കൽ നേഴ്സ് സ്പെഷ്യലിസ്റ്റുകളുണ്ട്. ഇപ്പം നേഴ്സിംഗ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാതായതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി പറയാം. ഇപ്പോൾ ഒരു ഡോക്ടറിനോട് തുല്യമായിട്ടുള്ള ജോലി ചെയ്യുന്ന നേഴ്സ് പ്രാക്ടീഷണേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊരു നേഴ്സ് പ്രാക്ടീഷണറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ വെരി റീസെൻ്റ് ആയിട്ട് കണ്ട ഒരു ടോപ്പിക്കിൽ ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അവർ നേഴ്സ് പ്രാക്ടീഷണേഴ്സിനെ ഇന്ത്യയിൽ കൊണ്ടുവരാനുള്ള ഒരു സംഭവത്തിന് അംഗീകാരം കൊടുത്തു. പക്ഷേ അതിനകത്ത് ഇപ്പോഴും ജെറിയാട്രിക് മെഡിസിൻ മാത്രമേ ഉള്ളൂ. അതിൽ ഓൾറെഡി IMAയുടെ അവരുടെ കൗണ്ടർ ഫാക്ടറികൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഐ തിങ്ക് ഇഫ് ദേ കുഡ് പുൾ ഇറ്റ് ഓഫ്, നമുക്ക് നേഴ്സ് പ്രാക്ടീഷണേഴ്സ് പോലൊരു സംഭവങ്ങൾ ഉണ്ടായി വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വളരെ വലിയൊരു പോപ്പുലേഷൻ അത് വളരെ ബെനിഫിറ്റ് ആയിരിക്കും. പിന്നെ ഒത്തിരി പേര് തിരിച്ച് പോകുന്നുണ്ട്. ഇപ്പം നഴ്സിംഗ് പ്രൊഫഷനിൽ തന്നെ ഒത്തിരി പേര് തിരിച്ച് റിവേഴ്സ് മൈഗ്രേഷൻ നമ്പേഴ്സിൽ നമ്മൾ കേട്ടായിരുന്നു. നമ്മൾ അന്ന് അറിയാവുന്ന ആൾക്കാർ പേഴ്സണലി അറിയാവുന്ന പേര് ഇപ്പോൾ ഒരു പല റീസൺ കൊണ്ട് ഞാൻ അതിനെ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു ഹെൽത്ത് ഈസ് എ ഗ്ലോബൽ
ബിസിനസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഹെൽത്ത് ഈസ് എ ഗ്ലോബൽ ബിസിനസ്. നമുക്ക് നാട്ടിലുള്ള നേഴ്സസ്, നിങ്ങൾക്ക് UK ക്വാളിഫിക്കേഷൻ ഉണ്ടായിക്കോട്ടെ, അമേരിക്കൻ ക്വാളിഫിക്കേഷൻ ഉണ്ടായിക്കോട്ടെ, എവിടെ ഇരുന്ന് പോലും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലോകത്തിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ ഉള്ള നേഴ്സസ് ഓസ്ട്രേലിയയുടെ അത്ര ഇല്ലെങ്കിൽ കൂടിയും ഒരു പകുതിയോളമെങ്കിലും ഇപ്പോഴും നാട്ടിലായിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ നടത്തിക്കുന്നവരുണ്ട്. നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമ്മൾ രജിസ്ട്രേഷൻ ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നേ. അപ്പോഴും നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് വേണം. അതെ അതെ. പക്ഷേ ആ ഒരു വോളിയത്തിനനുസരിച്ചുള്ള ഫിനാൻഷ്യൽ ബെനിഫിറ്റ്, ഇഫ് യു ഗെറ്റ് പെയ്ഡ് അവർലി ഓൺ ഓസ്ട്രേലിയൻ മണി, while you staying in India, while you staying in your home, പലർക്കും ഇപ്പം നഴ്സിംഗ് തന്നെ ടെലിമെഡിസിൻ എന്നുള്ള രീതിയിൽ ഇവിടുന്ന് അവിടെ പോയി വർക്ക് ചെയ്യാൻ, അവിടെ നാട്ടിൽ നിന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി പേരുണ്ട്. നമുക്ക് ബസ്സിൽ 1-2 പേര് അവർ ട്രയാജിനേഴ്സായിട്ട് നാട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം ലൊക്കേഷൻ ഡസൻറ്റ് മാറ്റർ. പ്രത്യേകിച്ചും വലിയ വലിയ കമ്പനികൾ, ഇൻഷുറൻസ് കമ്പനികളുടെ ഒക്കെ ഇന്നത്തെ കാലത്ത് എല്ലാം സാധ്യമാണ് അല്ലേ, പ്രത്യേകിച്ച് ആ ഒരു കോവിഡിന് ശേഷം. 2025 and the year beyond is going to be the year of healthcare. അതെ അതെ അതെ. Healthcare advancement, healthcare technology and a global workforce. അതെ. നമ്മൾ ഒരു രാജ്യത്ത് പോയി ആ രാജ്യത്തെ ലൈസൻസ് എടുത്ത് അവിടെ വർക്ക് ചെയ്യണമെന്നില്ല. ഇഫ് യു ഹാവ് എ ലൈസൻസ് ടു വർക്ക് ഇൻ എനി കൺട്രി, യു കുഡ് വർക്ക് ഫ്രം എനിവെയർ. അതെ. എന്ന രീതിയിലേക്ക് ഹെൽത്ത് കെയറും മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. എനിക്കൊന്ന് ഇപ്പം നമ്മുടെ ഡ്രൈവേഴ്സ് ലൈസൻസ്, ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് ഓസ്ട്രേലിയ വണ്ടി ഓടിക്കാമല്ലോ. എപ്പോഴും ഓടിക്കാൻ പറ്റില്ലെങ്കിൽ പോലും യു ക്യാൻ ഡു ഇറ്റ്. അപ്പം യു ക്യാൻ ട്രൈ, ഇറ്റ്സ് ലീഗൽ. അപ്പം അതുപോലെ തന്നെയാണല്ലോ. അപ്പം വണ്ടി ഓടിക്കുന്നതിൻ്റെ അത്ര അധികമുള്ള റിസ്ക് ഉണ്ടോ? ഇല്ല. ആൾക്കാരെ ജീവൻ വെച്ച് കളിക്കുന്നത് പുറമെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ ഒത്തിരി പേര് പുറം രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യുന്നവരുണ്ട്. ഒത്തിരി പേരുണ്ട്. ആ ബിസിനസ് ഒരു ഔട്ട്സോഴ്സ് ചെയ്തേക്കണം പുറമെ. അങ്ങനെ എത്രയോ ബിസിനസ്സുകളുണ്ട്. നമ്മൾ റിയൽ എസ്റ്റേറ്റ് ടച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ എത്ര റിയൽ എസ്റ്റേറ്റ് ഏജന്റ് പല രാജ്യങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ട് ട്രാവൽ ചെയ്തുകൊണ്ട് ഫോണിലൂടെ കാര്യങ്ങൾ നടത്തുന്നില്ലേ. ഇപ്പൊ ഇവിടുത്തെ ഒരു സെയിൽസ് കൺസൾട്ടൻസ് ജോബുകളെല്ലാം നമുക്ക് അക്കൗണ്ടൻസ് പുറമെ വർക്ക് ചെയ്യുന്ന നാട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അക്കൗണ്ടൊക്കെ ഒരു കാലഘട്ടത്തിൽ അക്കൗണ്ട് ജസ്റ്റ് ടച്ച് ചെയ്തോണ്ട് അക്കൗണ്ടിങ് ഒരു കാലത്ത് വളരെ മാൻ പവർ വേണ്ടിയുള്ള ജോലിയായിരുന്നു. ഇപ്പൊ സീറോ വന്നേ പിന്നെ സീറോ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സീറോയെ കുറിച്ച് പറയാം. പക്ഷേ എന്തോരം ആൾക്കാരുടെ ജോലികളാണ് സീറോ ഇപ്പൊ ചെയ്യുന്നത്. മയോബായാലും ഒക്കെ. പക്ഷേ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലം മാറുന്നതനുസരിച്ച് പ്രത്യേകിച്ച് കേരളത്തിലെ ഹെൽത്ത് കെയർ രംഗം മാറേണ്ടതായിട്ടുണ്ട്. ആ മാറ്റം അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ മലയാളികൾ റെഡി ആവണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ചലഞ്ച്. നമ്മളിപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാറി നമ്മൾ എന്തിലും കൈവയ്ക്കുന്നവരാണ്. നമ്മൾ പുതുതായിട്ട് എന്ത് സാധനം വന്നു വെച്ചാൽ ഒരാളും ഒരു വൈദ്യനൊരു മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ഒരു സാധനം കിട്ടുമെന്ന് പറഞ്ഞാലും വണ്ടി വിളിച്ച് പോയി സാധനം മേടിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ലോകം മാറുന്നതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് നഴ്സുമാർ പുറത്തുണ്ട്. അവരുടെ ഓരോരുത്തരുടെ ഒരു ഐഡിയ, അവർ നിൽക്കുന്ന രാജ്യത്തെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നാട് വേറൊരു ലെവലാണ്. തീർച്ചയായിട്ടും. സെൻഡ് യുവർ കമൻസ് ത്രൂ. നിങ്ങൾ നേഴ്സാണ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോയി നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിട്ട് നാട്ടിലേക്ക് പോകും എന്നുള്ളത് കമൻറ്റ്, ടെക്സ്റ്റസ് എങ്ങനെയുള്ള ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഈ ഡിസ്കഷൻ തുടരാം. താങ്ക് യു. വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, താങ്ക് യു.